ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ലങ്കാവിലെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്കിലേക്കാണ്. നാച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും. ലങ്കാവിൽ വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്, അത്രയ്ക്കും അടിപൊളിയാണ്. യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. കൂടാതെ ഇവിടെ കാണുന്ന ലൈം സ്റ്റോൺസിന് 50 കോടി വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ കറക്റ്റ് ടൈമിൽ തന്നെ കിലിം ജിയോ ഫോറസ്റ്റ് പാർക്കിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ചിക്കും കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് എത്തിയിട്ട് നമ്മൾ ബോട്ടിൽ പോകണം, നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്തിയത് കുറച്ചധികം നേരത്തെ ആയി പോയിട്ടോ. നമ്മളൊരു 9 മണി ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് 9 മണിക്ക് ആണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇനി അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ 10:30ക്കാണ് നമ്മുടെ ടൈമിങ് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് പോവുക ബോട്ടിൽ. ഒരു രസമുണ്ട് തോന്നുന്നു, പക്ഷെ ഭയങ്കര വെയിലാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോട്ടോ. അപ്പോൾ പോണ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തണലത്തൊക്കെ നോക്കിയിരുന്നു. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ബാറ്റ് കേവ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ബോട്ട് നിർത്തി. പോണ വഴിക്ക് ഒരുപാട് മങ്കീസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ഫോണൊക്കെ സേഫായിട്ട് വെക്കുക, അല്ലെങ്കിൽ അവർ വന്നിട്ട് തട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ കേവിലായിട്ടോ എത്തുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വവ്വാലുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഫോണിൻ്റെ ഫ്ലാഷ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ തന്നെ അവിടുന്ന് ഒരു ടോർച്ച് പ്രൊവൈഡ് ചെയ്യും. അതിന് എത്രയോ മലേഷ്യൻ റിംഗറ്റ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ടോർച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അകത്ത് കയറിയപ്പോൾ നമുക്ക് വവ്വാലിനൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ബാറ്റ് കേവ്സ് നമ്മളൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. ഈ മാൻഗ്രൂവ്സിൻ്റെ ഇടയിലൂടെ ഈ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് അനക്കോണ്ട സിനിമയിലത്തെ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇവിടെ നമുക്ക് കുറേ ഫിഷിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഈ ഒരു തിരണ്ടീനെയാണ്. ഇതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ചുമ്മാ അങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കല്ല, നമ്മുടെ കയ്യിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ തിരണ്ടി ഇങ്ങനെ വന്നിട്ട് കഴിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ചിക്കൻ ചെയ്തില്ല, ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഈ ഒരു ആൺകുട്ടിയായിരുന്നു കേട്ടോ അവിടുത്തെ ഞങ്ങളുടെ ഗൈഡ്. അവിടുത്തെ ഫിഷിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അവൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ തിരണ്ടി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒന്നും ചെയ്യില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ക്രൊക്കഡൈൽ കേവ് കാണാനാണ് കേട്ടോ. ഇവിടെ ക്രൊക്കഡൈൽസ് ഒന്നുമില്ല, പക്ഷേ ഈ കേവിൻ്റെ ഷേപ്പ് ഒരു ക്രൊക്കഡൈലിൻ്റെ പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ക്രൊക്കഡൈൽ കേവ് എന്ന് പറയണത്. അങ്ങനെ അവിടുന്നും നമ്മൾ ക്രൊക്കഡൈൽ കേവൊക്കെ കണ്ട് വീണ്ടും മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ മങ്കീസിനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടത് ഈ ഒരു ഈഗിൾസിനെ ആയിരുന്നു കേട്ടോ. ഒരുപാട് പരുന്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ വട്ടമിട്ടിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത്രയ്ക്കധികം ഈഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫോണിൽ കാണുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലാവില്ല കേട്ടോ. ശരിക്കും നല്ല ഭംഗിയാണ്. മാൻഗ്രൂവ് ഫോറസ്റ്റും ബ്ലൂ കളറുള്ള കടലും നമ്മളതിൻ്റെ നടുക്കിലൂടെ ബോട്ടിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഞാൻ ഈ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അത്രയും അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോപ്പിലായിരുന്നു കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നവർക്ക് കളിക്കാം. നമുക്ക് 45 മിനിറ്റ്സ് ആയിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ടായിരിക്കുക. പിന്നെ അവരുടെ മുകളിൽ തന്നെ ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോവാം.
അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ 45 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായി. നമ്മൾ ഭയങ്കര വെയിൽ പ്രതീക്ഷിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരെ മറിച്ചായി കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോഴേക്കും ഏകദേശം നമ്മൾ പകുതിയോളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ മഴയത്ത് ബോട്ടിൽ അങ്ങനെ എൻജോയ് ചെയ്ത് വന്നു. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ടോ. അങ്ങനെ കിളിഞ്ചിയോ ഫോറസ്റ്റ് പാർക്കൊക്കെ പോയി എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ലങ്കാവിയിലുള്ള ഓറിയൻ്റൽ വില്ലേജിലാണ്. ലങ്കാവിയിൽ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഓറിയൻ്റൽ വില്ലേജ്. ഇവിടെ എത്തിയ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയ കുറേ ചെറിയ ചെറിയ ഷോപ്സും കഫേസും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോട്സും ഉണ്ട്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഷോപ്സും കഫേസും മാത്രമല്ല, ലങ്കാവിലെ ഫേമസ് ആയിട്ടുള്ള സ്കൈ ക്യാബും സ്കൈ ബ്രിഡ്ജും ഒക്കെ ഉള്ളത് ഇവിടെ തന്നെയാണ്. ഇത് കൂടാതെ 3D ആർട്ട് മ്യൂസിയം, സ്കൈറെക്സ്, സ്കൈഡോം ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സ്കൈറെക്സിലാണ്. ഇതൊരു 5D മോഷൻ സിമുലേഷൻ റൈഡാണ്. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ മൂവ്മെൻറ്റും ലൈറ്റ്സും ഇഫക്ട്സ് ഒക്കെ കൊണ്ട് നമ്മളൊരു ഡൈനോസർ വേൾഡിലെത്തിയ ഇഫക്ട്സ് ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് 3D ആർട്ട് മ്യൂസിയത്തിലാണ് കേട്ടോ. ഇവിടെ 100-ലധികം 3D ആർട്സ് ഉണ്ട്. പല ചിത്രങ്ങളും ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 3D ആയിട്ട് തോന്നും. ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സ്കൈഡോമിലാണ്. സ്കൈഡോം എന്ന് പറയുമ്പോൾ ഒരു 360 ഡിഗ്രി ഡോം തിയേറ്റർ ആണ് കേട്ടോ. നമുക്കൊരു ഡോമിനകത്തിരുന്നുകൊണ്ട് 360 ഡിഗ്രി ഷോ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ ലങ്കാവിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്കൈ ക്യാബിൽ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള സ്കൈ ക്യാബിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു സ്കൈ ക്യാബ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗെൻഡിങ് ഹൈലൻഡ്സിൽ പോയിട്ടുള്ള കേബിൾ കാറിനെക്കാട്ടും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ലങ്കാവിലെ ഈ ഒരു കേബിൾ കാറായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലിരുന്നാൽ കിട്ടുന്ന ആ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. എൻ്റെ ബാക്കിലേക്ക് കണ്ടില്ലേ നല്ല ബ്ലൂ കളറുള്ള കടലും അതിൽ കുട്ടി കുട്ടി ഐലൻഡ്സ് പോലും, പിന്നെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ സ്കൈ ക്യാബിൽ പോകുന്ന ടൈമിൽ സ്കൈ ബ്രിഡ്ജ് എത്തുന്നേക്കാൾ മുമ്പ് ഒരു സ്റ്റോപ്പ് ഇറക്കും. അതാണ് ഈഗിൾ നെസ്റ്റ് സ്കൈ വോക്ക്. അവിടെ നമുക്കൊരു വലിയ ഈഗിളിൻ്റെ സ്റ്റാച്യുവും ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാണാൻ പറ്റും. അവിടെ നിന്നാലുള്ള വ്യൂവും അടിപൊളി തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിനും മുകളിൽ പോകണം സ്കൈ ബ്രിഡ്ജിൽ എത്താൻ വേണ്ടിയിട്ട്. ഈഗിൾ നെസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്കൈ ക്യാബിൽ കയറിയിട്ട് സ്കൈ ബ്രിഡ്ജിൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്കൊന്നെങ്കിൽ നടന്നിട്ട് സ്കൈ ബ്രിഡ്ജിലെത്താം, അല്ലെങ്കിൽ സ്കൈ ഗ്ലൈഡ് വഴി സ്കൈ ബ്രിഡ്ജിലെത്താം കേട്ടോ. ഞങ്ങൾ സ്കൈ ഗ്ലൈഡിൻ്റെ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കൈ ഗ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എലിവേറ്റർ ആണ്. നമുക്ക് അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് സ്കൈ ബ്രിഡ്ജിലെത്താം, കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഞങ്ങൾ വിചാരിച്ചു പോകുന്ന ടൈമിൽ സ്കൈ ഗ്ലൈഡിൽ പോവാം, തിരിച്ച് വരുന്ന ടൈമിൽ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ സ്കൈ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. 125 മീറ്ററാണ് ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള സ്കൈ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് വരുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പെഡസ്ട്രിയൻ ബ്രിഡ്ജസിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു സ്കൈ ബ്രിഡ്ജ്. സീ ലെവലിൽ നിന്നും 660 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സ്കൈ ബ്രിഡ്ജ് നിൽക്കുന്നത്. എനിക്കും ചിക്കുനും ഒരുപോലെ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അന്തം വിട്ട് നിന്നു കേട്ടോ. അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വായിച്ചു കേട്ടോ. എൻ്റെ അച്ഛനെ കൊടുത്താലും എൻ്റെ അച്ഛന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അങ്ങനെ കുറേ നേരം സ്കൈ ബ്രിഡ്ജിൽ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സ്കൈ ഗ്ലൈഡിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞങ്ങൾ വിചാരിച്ചു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേ പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓറിയൻ്റൽ വില്ലേജൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പൂളിൽ കളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു 6 മണിയായിട്ടോ. അപ്പോൾ ഇനി പൂളിൽ കളിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പൂളിൽ കളിക്കാൻ പോകണം. റൂമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂളിൽ കളിക്കുന്നതിന് മുമ്പ് പുറത്ത് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളിതൊന്ന് മേടിച്ചു. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് പറയാം. ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾ വേഗം തന്നെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പൂളിൽ കളിക്കാൻ പോയി. ചിക്കുവിന് പൂളിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.